ഈ തക്കാളി കണ്ട ഇത് മറ്റേ മണി തക്കാളി കേട്ട. ഇത് ഞാനിവിടെ നമ്മുടെ ഉന്തന വണ്ടിയിൽ വെച്ചേക്കുന്നത്. അത് എന്തിനെങ്ങനെ വെച്ചേക്കണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ കോഴി താറാവയ്ക്ക് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊത്തും. ഇതാകുമ്പോൾ അവർക്ക് അങ്ങനെ അത്രയ്ക്കാണ്ട് കൊത്താൻ കിട്ടുന്നില്ല. ഞാൻ ആദ്യം താഴെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ താറാവുകളുണ്ടല്ലോ ഇതിൻ്റെ ഇല മൊത്തം കൊത്തിട്ട് ഇതാകുമ്പോൾ പിന്നെ ഇതിനകത്താവുമ്പോഴല്ലോ പിന്നെ നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ ഉന്തി കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പമുണ്ട്. ഞങ്ങളുടെ ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് മാറ്റി വയ്ക്കും. പിന്നെ ചില സമയത്ത് വെയിലൊക്കെ കുറവുണ്ടാകുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഉന്തി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഈ തക്കാളി കണ്ടമാനം ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അത് നല്ല മധുരമായിട്ട്. അത് ശരിക്കും കറിയിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കില്ല. അത് സാധാരണ ഈ സാലഡിലൊക്കെ ഇട്ട് കഴിക്കാനാണ് അത് സാധാരണ എടുക്കുക. നല്ല മധുരം. പിന്നെ ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ മറ്റേ വൈറ്റ് ഫ്ലവറാണ്. ഇതൊരു കട ഞാനിവിടെ വെച്ചതാണ്. ഇതിൻ്റെ കടയുടെ വലുപ്പം കാണണം, ഭയങ്കര വലുപ്പമാണ്. കാരണം ഇത് കോഴിക്കോടിൻ്റെ അതിനോട് ചേർന്നിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നല്ല വളം വലിച്ചെടുക്കുന്നുണ്ട് തോന്നുന്നത്. ഇതിങ്ങനെ ചെരിഞ്ഞ് വന്നിട്ട് ഇതിങ്ങനെ വീട് കിടക്കാട്ടെ. ഭയങ്കര വലിയ കടയായിട്ടുണ്ട്. കണ്ടമാനം പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. അത് പിന്നെ പല കളറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിങ്ങൾ പറയണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇത് കോമൺ ആയിട്ട് എപ്പോഴും കാണുന്നത് ഒരു മഞ്ഞ കളർ മാത്രമാണ്. പിന്നെ ഈ വെള്ള കളർ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിന് വേറെ 2-3 കളറുകളുണ്ട് ഇതിനൂടെ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. കണ്ടമാനം പൂവുണ്ടാവുന്നു. പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഡാലിക. കണ്ടമാനം പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ നമ്മുടെ ഗ്രീൻ ഹൗസ്. കോഴികളെ എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴല്ലോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് തുറന്നിടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ പച്ചക്കറികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് തുറത്തിട്ടേട്ടാ. ഇത് നമുക്ക് കോവയ്ക്ക പറിക്കാമെന്ന് ചോദിച്ചു. കോവയ്ക്കയും കൊണ്ട് നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഗ്രീൻ ഹൗസിലെ നമ്മുടെ പച്ചക്കറി തോട്ടം. ഇതിനകത്ത് ഈ നിൽക്കുന്നുണ്ടല്ലോ, ഈ നിൽക്കുന്നത് കോവലാട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ വർഷം ആദ്യമായിട്ടാണ് കോവലുണ്ടായത്. അതങ്ങനെ നന്നായിട്ട് മുകളിലേക്ക് പടന്നൊക്കെ കയറി പോയിട്ടുണ്ട്, സൈഡിലേക്കും കടന്നിട്ടുണ്ട്. ഞാൻ പറയണ്ടായിരുന്നു ഇതുമ്പോ ഒറ്റ കോവയ്ക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മള് പറയുന്ന സമയത്ത്. എനിക്ക് 2 ആഴ്ച മുമ്പാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി ഇവിടെ തണുപ്പൊക്കെ തുടങ്ങാറായിരുന്നു. പക്ഷെ ഗ്രീൻ ഹൗസിലൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് തണുപ്പ് തുടങ്ങിയാലും കുറച്ചും കൂടി സമയത്ത് ചൂടുണ്ടാവും. പക്ഷെ ഇതൊന്നും ഇപ്പൊ നമുക്ക് കോവയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നെയ്ക്കുമ്പളം ഉണ്ടായിട്ടുണ്ട്. അത് അടിയിൽ വീണടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുറെ പടർന്നിട്ട് കുറെ കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നെയ്ക്കുമ്പളങ്ങ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ വിത്ത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഈ വർഷം നമുക്ക് നട്ടത്. അത് നമുക്ക് പക്ഷെ അത് നമുക്ക് പറിക്കാറായിട്ടില്ല. പിന്നെ നെയ്ക്കുമ്പളം എന്ന് വെച്ചാൽ അത്രയ്ക്കാണ്ട് വലുതാവില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നെയ്ക്കുമ്പളം നമുക്ക് പറിക്കാറാവും. അപ്പൊ ഇത് ഞാൻ വിചാരിച്ചു നമ്മുടെ കോവയ്ക്ക പറിച്ചിട്ട് നമുക്കൊരു നാടൻ കറി ഉണ്ട്. കോവയ്ക്കും പിന്നെ ഉണക്ക ചെമ്മീനും കൂടിയിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് കോവയ്ക്ക ഉണ്ടായിട്ടില്ല. നമുക്ക് കോവയ്ക്ക ഉപ്പേരി മെഴുക്ക് വരട്ടി അതൊന്നും വെക്കാൻ മാത്രം അത്രയ്ക്ക് അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ കുറച്ചുണ്ടായിട്ടില്ല. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് കറിക്ക് നമുക്ക് ഒരുപാട് കോവയ്ക്ക ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കോവയ്ക്ക പറിച്ചിട്ട് നമുക്ക് നമ്മുടെ നല്ല ഒരു നാടൻ കറി ഉണ്ടാക്കാം. കോവയ്ക്ക പിന്നീടല്ലോ ഈ കോവയ്ക്ക എനിക്ക് ഒരാൾ തന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവര് കഴിഞ്ഞ ദിവസം കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനപ്പോൾ എപ്പോഴും നോക്കണ്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവലം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ ഇതൊന്നും ഒന്നും കാണില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ സൈഡിലേക്ക് പടർന്നു പോയേക്കണേന്ന് കോവയ്ക്ക് ഉണ്ടായി കാണുന്നത്. അപ്പൊ അവര് വന്നപ്പോ എന്റെ അടുത്ത് പറയായിരുന്നേ, ഇത് ഈ കോവലം നേരെ പോണേമ അങ്ങനെ അധികം ഉണ്ടാവില്ല. അത്ര നേരെ പോണേമ ഒന്നും എൻ്റെ അമ്മ കോവയ്ക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ സൈഡിലേക്ക് പോണേമ്മയാണ് അത്ര കോവയ്ക്ക് നന്നായിട്ട് ഉണ്ടാവുന്നത്. ഇവിടെ അങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മുകളിലേക്ക് പോയേമ ഒറ്റ ഉണ്ടായിട്ടില്ല. ഞാൻ എന്നും വന്നിട്ട് നോക്കിയേ. അപ്പൊ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. പിന്നെ അതായത് ഇവിടെ ഈ മത്തങ്ങയും പിന്നെ കുമ്പളങ്ങയൊക്കെ കണ്ട മരം പടർന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇത് പടർന്നു പോയിട്ടുണ്ട്. അതും ഇത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്തായാലും പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് പിന്നെ വേറെ കുറെ സാധനം കാണണ്ട. വേറെ കുറെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടായി കിടക്കുന്നുണ്ട്. വെള്ളരിക്കൊക്കെ നമുക്ക് ഉണ്ടായിട്ട് ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും ഞാൻ നിങ്ങളെ പറിച്ച് കാണിക്കുന്നില്ല. അതൊക്കെ ഓരൊക്കെ പറിച്ചിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തപ്പിയിട്ട് എടുക്കണം. അതാ പ്രശ്നം. അപ്പൊ അതാ നോക്കിക്കേ, ഈ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ കോവയ്ക്ക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറിക്കുന്നത് കേട്ടോ കോവയ്ക്ക. പെട്ടെന്ന് തൊട്ടപ്പം പോകാമല്ലാതെ ഞാൻ ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഇതായിട്ട് ഇരിക്കണേ. പെട്ടെന്ന് തൊടുമ്പോൾ പോരുന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ കോവയ്ക്ക നമുക്ക് കിട്ടിയത് കേട്ടോ. പക്ഷെ ഞാനേ
നിറച്ച് തേനീച്ചകൾ എല്ലായിടത്തും ഇപ്പോൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അത്രയ്ക്ക് കോവയ്ക്ക് എനിക്ക് കിട്ടിയില്ല. എനിക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങനെ പ്രോത്സാഹനം വന്നിട്ട് പച്ചയ്ക്ക് പറിച്ച് കഴിക്കാമല്ലോ, കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇതിപ്പോൾ എനിക്ക് ആയം കൂടി ഒരു 6 കിട്ടിയുള്ളൂ. ഇനി ഒരു 2-3 എനിക്ക് അവിടെ ഡെക്കിൻ്റെ അവിടെ പറഞ്ഞ് നമ്മൾ പടർത്തിയിട്ടുണ്ട്, അതുമേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് വെച്ചിട്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അരച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇതിന് ചെറുതായിട്ട് കോവയ്ക്ക് ചെറുതായിട്ട് ഒരു പുളി ഉണ്ടല്ലോ, തേങ്ങയിൽ കൂടി ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് കോവയ്ക്ക് വെച്ചിട്ട് നമുക്ക് പൊന്നെ എനിക്ക് എപ്പോഴും പേടിയിട്ടുണ്ട് എൻ്റെ ചെറുക്കിൽ വന്ന് കയറുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഉണ്ടല്ലോ നമുക്ക് നെയ്ക്കുമ്പളം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, നെയ്ക്കുമ്പളം ശരിക്കും പറിക്കാൻ വേണ്ടിയിട്ട് പാകമായിട്ടുണ്ട്. അത് നോക്കിക്കേ, ഇതൊന്നും കുറേ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടേക്കൊക്കെ പടർന്നു വരുന്ന നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതാട്ടാ നെയ്ക്കുമ്പളം. നിങ്ങൾ ചിലവർ കാണാത്തവരുണ്ടായി. ഇവിടെ പണ്ടൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കിയപ്പോഴാണ് ഞാൻ ഈ നെയ്ക്കുമ്പളം എന്ന സാധനം കാണുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് ഇത്രയ്ക്ക് വലുതാവുള്ളൂ. ഈ അടിയിൽ കിടക്കുന്നത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് പറിച്ചെടുത്തിട്ട് നമുക്ക് കുമ്പളങ്ങി വെച്ചിട്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് ആരങ്ങട്ട് ഇത് താഴത്തേക്ക് വീണതാണ്. ബാക്കിയുള്ളവർക്കാണ് മുകളിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് ഇത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഒരു പൊട്ടിയൊരു കത്തിരിക്ക അവിടെ ഓക്കെ. നമുക്ക് കുമ്പളങ്ങി നോക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ കുമ്പളങ്ങ. ഇതൊക്കെ ശരിക്കും പറിച്ചെടുക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതൊക്കെ നമ്മളിങ്ങനെ വിത്ത് ഭാവി നമ്മൾ മുളപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫലമൊക്കെ എടുക്കുമ്പോൾ അത് എടുക്കണവർക്ക് അതിൻ്റെ സന്തോഷം അറിയുള്ളൂ. അപ്പം ഇത്രയ്ക്ക് മതി നമുക്ക്. ഇതിന് നന്നായിട്ട് മുള്ളുണ്ടാവും കേട്ടോ നെയ്ക്കുമ്പളത്തിന്. പിന്നെ എന്താ അവിടെ പടർന്ന് കയറിയിട്ട് കുമ്പളങ്ങി ഉണ്ടാക്കി നോക്കിക്കേ, ഞങ്ങളുടെ മുകളിലേക്ക് നോക്കിക്കേ എത്ര ഉണ്ടായി കിടക്കണേ അല്ലേ. അതിന് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുണ്ടല്ലോ പുറത്തുതാ മഴ ചാറിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ നിങ്ങളതിനെ പുറത്ത് നമ്മുടെ പൂക്കൾ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ മഴയത്ത് നമുക്ക് ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി മഴയൊക്കെ മാറി കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളെ കാണിക്കാം. വലിയ മഴയില്ല, പക്ഷേ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക. നിൽക്കണ പൂക്കളുടെ ഭംഗിയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്കധികം ഭംഗിയാണ്. ഞാൻ ഇവിടെ ഇത് ക്ലോസപ്പ് ഇട്ടിട്ട് അത് നോക്കി എന്തൊരു പൂവല്ലേ. ഇനിയും കണ്ടമാനം മുട്ടുകളുണ്ടായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊക്കത്തിലേക്ക് പൊന്തി വന്നാണ് കാണുന്നത്. അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് വേറെ ഇത്രയ്ക്ക് ഹൈറ്റിൽ പോവാണ്ടും അവിടെയും കുറേ നമുക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഇത് അങ്ങോട്ട് വന്നിട്ട് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. പിന്നെ നമുക്കൊരു വാഴ ഉണ്ടായിട്ടുണ്ട്, 2 വാഴയുണ്ട്. കാരണം ഈ നിൽക്കണത്, പിന്നെ വേറെ അപ്പുറത്തെ സൈഡിൽ അത് വലിയ വാഴയാണ്. നല്ല മഴ പെയ്യുക. എന്തായിരുന്നാലും ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ നെയ്ക്കുമ്പളങ്ങയും പിന്നെ നമ്മുടെ കോവയ്ക്കയും പറിച്ച് നമ്മൾ എത്തിയിട്ടുണ്ട്. പുറത്തുണ്ടല്ലോ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. വലിയ മഴയല്ല, പക്ഷെ ഇന്ന് മഴ പറഞ്ഞിട്ടുണ്ട്, വലിയ മഴ പറഞ്ഞിട്ടില്ല. ചെറുതായിട്ട് ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കൊണ്ട് പോന്നു. പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അവിടെയുള്ള പൂവൊക്കെ ഒന്ന് പിടിച്ചത്. ഇനിയും നമ്മുടെ മറ്റേ തോട്ടമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. എനിക്ക് എല്ലാ വീഡിയോയിലും നിങ്ങളെ പൂവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ ഈ പൂവൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നാൾ നിൽക്കില്ലല്ലോ. ഇപ്പം തന്നെ ഓൾറെഡി ചെറുതായിട്ട് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അല്ല കേട്ടോ, പകല് തണുപ്പില്ല, പകല് നല്ലൊരു വെതറാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല, നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് വരുന്ന സമയമുണ്ടല്ലോ, അതേപോലെ ആയിട്ടുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. പിന്നെ പൂക്കളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിക്കൂടി ഞാൻ പറഞ്ഞില്ലേ, ഈ തണുപ്പ് തുടങ്ങുമ്പോൾ ഇതെല്ലാവരും പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇത് നമ്മൾ വലുതാക്കി എടുത്ത് നമ്മൾ പൂവൊക്കെ ഉണ്ടായി ഒരു പകുതിയൊക്കെ അത്രയ്ക്ക് പൂവൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോഴേക്കും ഇത് പോകുമല്ലോ.
ഇനി അടുത്ത വർഷം നമ്മൾ അതിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്ത വർഷം നമ്മളത് മുളപ്പിച്ച് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇത് ആയിക്കൂടെ നമുക്കൊരു 3 മാസം നമുക്ക്, പക്ഷെ 3 മാസം ഇത് തയ്യൊക്കെ വലുതായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ശരിക്കും നമുക്കൊരു 1.5 മാസമൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടോ നല്ല ഭംഗിയെ കാണാൻ. എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ നല്ല സമയം, ഇവിടെ ന്യൂയോർക്കിലെ ഏറ്റവും നിങ്ങൾ ആരെങ്കിലും വിസിറ്റിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയ സമയമൊക്കെ അടുത്ത മാസമൊക്കെ. കാരണം അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ മരത്തിന്റെ ഇലയുടെ കളറൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മഞ്ഞ് വീഴ്ച തുടങ്ങും. ഇലയുടെ കളറൊക്കെ മാറി നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയമാണ് ഏറ്റവും ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ ഏതാനും പൂമയൊക്കെ ഏതാനും ചെറിയൊരു തണുപ്പൊക്കെ വരുമ്പോൾ നന്നായിട്ട് പൂവുള്ള സ്ഥലത്തേക്ക് പച്ചക്കറികളൊക്കെ പൂവൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവൊക്കെ ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കണം. എവിടെ നോക്കിയാലും മരത്തിന്റെ ഇലയുടെ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ട് കാറ്റൊക്കെ വരുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിങ്ങനെ വീഴുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ സമയം. ഓക്കെ, പിന്നെ എനിക്ക് കോവയ്ക്ക് അധികം കിട്ടിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കോവയ്ക്ക് കുറച്ചും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോൾസേനും ഇല്ല, പോൾസേൻ്റെ ഓഫീസിൽ പോയി അല്ലെങ്കിൽ ചോദിക്കായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയി നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പോൾസേൻ്റെ ഇത് പച്ചയ്ക്ക് പറിച്ച് കഴിക്കാൻ നല്ലതാണല്ലോ. എനിക്ക് തോന്നുന്നു പോൾസേൻ്റെ 5-6 പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അധികമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ആയിക്കൂടി ഇത്രയ്ക്ക് കോവയ്ക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ 2 പേര് മാത്രമേ അല്ലേ ഉള്ളൂ. പിന്നെ ഓണത്തിന്റെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വർഷം നമുക്ക് വീട്ടിൽ നമ്മൾ ഓണം നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. കാരണം പിള്ളേരാരും ഉണ്ടായിരുന്നില്ല ഇവിടെ. ആയിക്കൂടി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് നീനയായിരുന്നു. നീനയും ഈ വർഷം കോളേജിൽ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പേരും ഇല്ല. പിന്നെ ഞാനും പോൾസേട്ടനും മാത്രമേ ഇല്ലുള്ളൂ. പക്ഷെ എനിക്ക് ഓണത്തിന്റെ ദിവസം ഞാനിപ്പോൾ കാറ്ററിംഗ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഫുഡിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ കുറേ കറികൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് കറികൾ നമ്മളെ പെട്ടെന്ന് ആശാവാത്ത കറികളൊക്കെ ഇട്ടില്ല, അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു. അന്ന് തലേ ദിവസം രാവിലെ ഞാൻ പണികൾ തുടങ്ങിയതാണ്. എനിക്കൊരു 35 പൊതിച്ചോറ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറൊക്കെ ആകുമ്പോൾ അറിയാലോ, അതേ ഇലയ്ക്ക് വെച്ചിട്ട് പൊതിഞ്ഞൊക്കെ എടുക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഫുള്ളായിട്ടുള്ള ലോങ് ആയിട്ടുള്ള വാഴയിലെല്ലാം കിട്ടാം. അപ്പോൾ അത് വാഴയിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ അത് പൊതിഞ്ഞൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഇത്രയധികം കറികളൊക്കെ ഇടണമല്ലോ, നല്ല പണിയായിരുന്നു. തലേ ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഓണത്തിൻ്റെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. അതേ പറഞ്ഞാൽ എനിക്ക് 2 മണിയാകുമ്പോൾ കിടന്നിട്ട് നമുക്ക് ഉറക്കം വരില്ലല്ലോ. നമുക്ക് ഇത്ര പേർക്ക് നമ്മൾ സദ്യ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വെളുപ്പിനെ 2 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പിന്നെ പായസം, പിന്നെ കൂട്ടുകറിക്ക് പെട്ടെന്ന് കേടുവരുന്നതാണല്ലോ. കൂട്ടുകറി, അവിയൽ, സാമ്പാർ, പിന്നെ എന്നിട്ട് അന്ന് രാവിലെ ഉണ്ടാക്കി. ബാക്കിയുള്ള കറികളൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് തോരൻ, നമ്മുടെ ഓലൻ, അതൊക്കെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ എല്ലാ കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണസദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കറികളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്ന സമയത്ത് അതേപോലെ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ പൊതിഞ്ഞ് കൊടുക്കണമല്ലോ. അപ്പോൾ വാഴയിൽ വെക്കുന്ന സമയത്ത് ഞാൻ ലിക്വിഡായിട്ടുള്ള ചാറായിട്ടുള്ള കറികളുണ്ടല്ലോ, പായസം, സാമ്പാർ, ഓലൻ, അതൊക്കെ ഞാൻ അലുമിനിയം ഫോയിലിൻ്റെ കവർ ഉണ്ടല്ലോ, ആ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് കൊടുത്തു. പിന്നെ പപ്പടം, പായസം സെപ്പറേറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലേക്ക് എനിക്ക് നല്ല തിരക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിള്ളേരൊന്നും കണ്ട് നമുക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഒരു സന്തോഷം തോന്നുന്നില്ല. അതാണ് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ശനിയാഴ്ച ഞങ്ങളുടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് ഓണത്തിൻ്റെ സദ്യ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ അടുത്ത് താമസിക്കുന്ന കുറച്ച് മലയാളികളൊക്കെ തുടങ്ങിയതാണ്. ഒരു 150 പേരുണ്ടായിരുന്നു. പിന്നെ വേഗം കുറച്ച് ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ഓണസദ്യ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, കവിത എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, കവിതയുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും പോട്ടിലൊക്കെ ആയിട്ട് എല്ലാവരും കൊണ്ടുപോയിട്ട് നമ്മൾ ഒരുമിച്ച് ഓണസദ്യ കഴിക്കാറുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിന്റെ ആഘോഷം. അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നല്ല രസമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ ചെയ്യായിരുന്നു. കാരണം കൂടെ പുറത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം പൂക്കളൊക്കെ ഇടലും. നിങ്ങൾ കുറെ പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വർഷം നമ്മൾ പൂവിനെ നമ്മൾ ചീമ്പി എടുത്തിട്ടുണ്ട് ഇടാറുള്ളത്. ഈ പ്രാവശ്യം നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവിനെ അങ്ങനെ ഇടരുത്, മുളക് പടി വെക്കണം, അപ്പോഴൊന്നും ഭംഗി. ഞാൻ ഈ വർഷം എനിക്ക് നേരത്തെ കൂടി അറിയാമായിരുന്നു. എന്തായിരുന്നാലും പിള്ളേർ ഓണത്തിന് നമുക്ക് ഉണ്ടാവില്ല. ഇനി തുടങ്ങി ഉള്ള വർഷങ്ങളിൽ എനിക്ക് ഓണം പിള്ളേർ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇവിടെ സ്കൂളിലേക്ക് സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒരു സെക്കൻഡ് വീക്ക് ആദ്യം ഒരു 6-ാം തീയതി 7-ാം തീയതി ആ സമയത്താണ് സ്കൂൾ തുറക്കുക. കോളേജൊക്കെ ആകുമ്പോൾ ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ട് കോളേജ് തുടങ്ങാം. അപ്പോൾ പിന്നെ എന്തായിരുന്നാലും ഈ ഓണത്തിൻ്റെ സമയത്തൊന്നും അവരെ കിട്ടലൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഓണമൊക്കെ ശരിക്കും എനിക്ക് ഓണത്തിൻ്റെ ഒരു ഫീല് നമ്മൾ ഇവിടെ എത്ര ആഘോഷിച്ചാലും എനിക്ക് നാട്ടിലെ ഓണം ആഘോഷിക്കുന്ന ഒരു ഫീല് നമുക്ക് ഒരു സമയത്തും കിട്ടില്ല. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പുറത്തുള്ള കാഴ്ചകൾ കടകളിലൊക്കെ ഇരുന്നാലും എവിടെ പോയാലും ആൾക്കാർ ഇങ്ങനെ ഓണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങണ തിരക്കും. എനിക്കാണ് ഞാനൊക്കെ അതൊക്കെ
മിസ്സായിട്ട് എനിക്കത് പറഞ്ഞാൽ ശരിക്കും സങ്കടമായിട്ട്. ഓക്കെ, ഓണത്തിൻ്റെ ആ സമയത്ത് നമുക്ക് കണ്ടമാണ് നമുക്ക് മിസ് ചെയ്യാനുണ്ട്. ഇവിടെ എന്നാലും നമുക്ക് എന്താ പറയുക, ഓണത്തിൻ്റെ പരിപാടികൾ ഫംഗ്ഷനുകളൊക്കെ നമുക്ക് ഇവിടെ കുറേ ഉണ്ട്, കുറേ ഇങ്ങനെ അസോസിയേഷനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും ഓണസദ്യയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ നാട്ടിലൊരു ഫീലിംഗ് നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്താൽ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ കണ്ണിൽ ചെറുതായിട്ട് വെള്ളം വന്നതാണ്. ഓക്കെ, എനിക്കെന്താ വെച്ചാൽ നാട് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് നാട്ടിലേക്ക് എന്നാലും നമ്മളെപ്പോഴും പോണതൊക്കെ ഉണ്ടോ. എനിക്ക് നാട്ടിലിങ്ങനെ നടക്കാനും പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് കുറേ വർഷമായിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ എനിക്ക് നാടൊരു സമയത്ത് എനിക്ക് മിസ് ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും നാട്ടിലേക്ക് പോകണം. കൊല്ലത്തിൽ 2 വർഷമെങ്കിലും ഞാൻ നാട്ടിൽ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് നാട് അങ്ങനെ തീരെ എനിക്ക് മിസ് ചെയ്യാത്ത. നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ട് നമുക്ക് ഒരു നാടൻ നമ്മുടെ കുമ്പളങ്ങ കറി ഉണ്ടല്ലോ, ആ കുമ്പളങ്ങ കറി വെക്കാം. എന്തായിരുന്നാലും ഞാൻ ഈ കുമ്പളങ്ങ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോഴുണ്ടല്ലോ എന്ത് സാധനം കറി വെച്ചാലും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പോകണുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒന്ന് കളയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ കുരൊന്നും മൂത്തിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കട്ട് ചെയ്തെടുക്കാനായിരുന്നെങ്കിലും എന്ത് സ്മൂത്തായിട്ടാണ് പോകണമെങ്കിൽ ഇതെന്തായിരുന്നാലും ഒരു കുമ്പളങ്ങ എടുക്കാം. അപ്പം നമുക്ക് നേരത്തെ ഇടയ്ക്ക് എന്തോ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, പറഞ്ഞാവോ. ഈ നെയ് കുമ്പളം ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ വീടുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. മറ്റേ കുമ്പളങ്ങ വെക്കുന്നതിനേക്കാളും നല്ലത്. കാരണം അത് വലിയ കുമ്പളങ്ങയാണല്ലോ. അത് പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മൊത്തം എടുത്തിട്ട് നമ്മൾ കറി വെക്കില്ല. എനിക്കാണ് നാട്ടിലെന്നാണോ പണ്ട് ഒരാളിങ്ങനെ കുമ്പളങ്ങ കൃഷി ചെയ്തിട്ട് ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, വലിയ കുമ്പളങ്ങയായിരുന്നു, അത് കടകളിലൊന്നും എടുക്കണില്ല അത്രേ. കാരണം കടകളിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടല്ലേ ആൾക്കാർ കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഇരുന്നിട്ട് നാശമായി പോവാം. അയാൾ ഭയങ്കര സങ്കടമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആകുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു കറിക്കുള്ളത് കിട്ടും. എന്ത് സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഇതിൻ്റെ തൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. എനിക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ വീഡിയോ ഇവിടെ നിന്നിട്ട് പണ്ട് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. നീനയൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ നീനേനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇവിടെ നിന്നിട്ട് അതിന് വീഡിയോ ചെയ്യൽ കുറവാണ്. ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് നമ്മൾ പുതിയത് വെച്ചതാണ്. ഇവിടെ ആദ്യം ഒരു ഗ്രീൻ ലൈറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ലൈറ്റ് നമ്മൾ വേറെ ഇട്ടതാണ് നമ്മുടെ. അപ്പം അതൊക്കെയാണ് നമ്മുടെ സ്റ്റേഷനിൽ. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ 3 പേരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ. ആ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് വിഷമമായിട്ടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമമൊക്കെ ഉണ്ട്. പിള്ളേരും വിഷമമില്ലാണ്ടിരിക്കില്ലല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ തിരക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഒരു ബോറടിയൊന്നും എനിക്ക് തോന്നണില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് നമ്മളെപ്പോഴും തോന്നുന്നത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടാണ് ഞാൻ കുറച്ച് നേരം കൂടിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ വിഷമം തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പച്ചക്കറികൾ നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും 3 പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറൊക്കെ നമ്മൾ വളർത്തുമ്പോൾ കറി കഴിക്കുമ്പോഴേക്ക് നമുക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം അവരില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ എന്തെങ്കിലും ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ്. കാരണം ഇപ്പോൾ എനിക്ക് മിക്ക ദിവസം ഓർഡർ ഉണ്ട്. ഇന്നും എനിക്ക് ഓർഡർ ഉണ്ട്. കാലത്ത് ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വൈകുന്നേരം കൊടുത്താൽ മതി. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഇവിടെ മുട്ടയ്ക്ക് നമ്മളെടുത്ത് പൊരിക്കും അങ്ങനെ എന്തെങ്കിലും. കാരണം നമുക്കായിട്ട് അങ്ങനെ ആഘോഷമായിട്ടുള്ള കറി വെക്കും നമ്മളങ്ങനെ ഇല്ല. എപ്പോഴും നമ്മുടെ വീട്ടിൽ കറികൾ ഉണ്ടാവും. കാരണം ഈ കൊടുക്കുന്ന കറികൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ. പിന്നെ എല്ലാ ദിവസവും ഞാൻ മിക്ക ദിവസം നമ്മൾ പോയിട്ട് പയറെടുത്തിട്ട് അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ മിക്ക ദിവസവും നമ്മൾ ഒലത്തും. അത് ആ സമയമാകുമ്പോൾ ഞാൻ പോയി പറിക്കുള്ളൂ. എന്നിട്ട് പറിച്ച് കൊണ്ടുവന്ന് കുറച്ച് മതിയല്ലോ, നമുക്ക് പയറൊക്കെ ആയിരുന്നാലും കുറച്ച് മതിയല്ലോ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചെടുത്ത് വന്നിട്ട് ഒലത്തി അപ്പോൾ നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ. ഇനിയിപ്പോൾ പയറുകളൊക്കെ കുറേ പറിക്കാനുണ്ട്. ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് സ്റ്റീം ചെയ്ത് എല്ലാവർക്കും തന്നു വിടാമെന്ന്. അപ്പോൾ അവർക്ക് അവിടെ വെച്ചിട്ട് കഴിക്കാനൊക്കെ എളുപ്പമുണ്ടോ. കുമ്പളങ്ങ ഒന്നും കഴുകിയിട്ട് എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ശരിക്കും നമ്മുടെ ഇങ്ങനെ ചോറെന്ന് പറയില്ല, അങ്ങനെയൊന്നും അധികമൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അത് ഇങ്ങനെ ഉള്ളിൽ എന്നാലും നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അധികം അതിൻ്റെ കുരുന്ന് കളയില്ല. ശരിക്കും നമ്മുടെ വെള്ളരിക്ക് നമ്മൾ മൂക്കാണ്ടാവുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കുരു ഉണ്ടാവില്ല, അതേപോലെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് ശരിക്കും കളയേണ്ട ആവശ്യമൊന്നുമില്ല.
ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ചീമ്പിക്കളെ. ഇത് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളൊരു നാടൻ കറി നിങ്ങളെല്ലാവരും വെക്കുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമ്പളങ്ങ കറി വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോവയ്ക്ക് നമുക്ക് മാങ്ങ നമുക്ക് ചമ്മന്തി അരയ്ക്കണ പോലെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബോളയും സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി അരയ്ക്കാം. ഇത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഓയിലൊന്നും ഒഴിക്കണ്ട. നമുക്ക് നമ്മൾ മാങ്ങ ചമ്മന്തി അരക്കില്ല അതേപോലെ അരയ്ക്കാം. അതിനരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരിക്കൽ അരച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് കൂടി ചേർത്തിട്ട് നമ്മൾ മാങ്ങ ചമ്മന്തി അരയ്ക്കണ പോലെ തന്നെ. അപ്പം നല്ല രുചിയാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം. ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുക. അപ്പം അതന്നെ ഇവിടെ പിള്ളേരാരും ഇല്ലല്ലോ. പിന്നെ എനിക്ക് കൂട്ടിന് നമ്മുടെ ആസ്പിൻ ഉണ്ട്. ആസ്പിൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇന്നലെ രാത്രി മൊത്തം പുറത്തായിരുന്നു. രാത്രി ഉറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ചിമ്പൂട്ടിന് എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കാം. എല്ലാവരും പകലിപ്പോൾ എല്ലാവർക്കും ഉറക്കാം. ചിമ്പു ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഈ മഴ ചെയ്തുകൊണ്ടെന്നാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആളേനെ ഞാൻ കണ്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പൂച്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരം പോണതിന് കുഴപ്പമൊന്നുമില്ല. നേരെ ഇല്ലാത്തതിന് കുഴപ്പമുള്ളൂ. പിന്നെ കോഴി, താറാവ്, പച്ചക്കറികൾ, പൂക്കള്, പൂച്ചകള്, പിന്നെ എൻ്റെ കാറ്ററിങ്ങിൻ്റെ പരിപാടികൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നേരം പോകുന്നുണ്ട് നന്നായിട്ട്. വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പോരാടി. ഞാൻ ഒരൊറ്റ ദിവസം പോലും വെറുതെ ഇരിക്കില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വെറുതെ ഇരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ അവിടെ വേറൊരു സാധനം ഇരിക്കുന്നുണ്ട്. മണം വന്നപ്പോൾ പെട്ടെന്ന് ഓർത്താൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അതായത് ചക്ക കേട്ടോ. ഇവിടെ ഒരു കടയിൽ പോയി, ഒരു ചൈന കടയിൽ പോയപ്പോൾ കിട്ടിയത് കേട്ടോ. അവിടെ മിക്കപ്പോഴും ചക്ക ഉണ്ടാവാറുണ്ട്. നാട്ടിലേക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ചക്കയുടെ സീസൺ മാറിയില്ല. ഇതൊന്നും ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്യണം. നല്ല മണമുണ്ട്. ഇന്നലെ വൈകിട്ട് ഞാൻ പ്രോത്സാഹനം വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. ഇന്നലെ വൈകിട്ട് പിന്നെ എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയിലും കട്ട് ചെയ്തിട്ട് വെച്ചു. പ്രോത്സാഹനം വേണ്ടി ചക്ക അങ്ങനെ അത്രയും വലിയ ഇഷ്ടമില്ല. അതന്നെ ഇതൊക്കെ തിന്നു തീർക്കണത്. അത് നമുക്ക് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്യാം. നല്ല മധുരം ഉണ്ടാവും. മിക്കപ്പോഴും നല്ല മധുരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ മുളങ്ങക്കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും പിന്നെ സവോളയും പച്ചമുളകും ഉണ്ട് കേട്ടോ. അതിന് പച്ചമുളക് ഞാനിപ്പോൾ ചേർക്കണില്ല. കാരണം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തിരുമണേ. പച്ചമുളക് തിരുമ്മിയാൽ നമ്മുടെ കൈ ചിലപ്പോൾ നല്ല എരിവ് കൂടി. പിന്നെ അടുത്തത് നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഞാൻ ഇത്രയ്ക്ക് കുമ്പളങ്ങയ്ക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി കുറച്ച് ചേർക്കണുള്ളൂ. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണിനും 1/4 ടീസ്പൂണിന് ഇടയ്ക്ക് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മസാലപ്പൊടികൾ ചേർക്കാം. ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർത്തുണ്ട്. കാരണം നമ്മൾ കറിയിലേക്ക് വേണമല്ലോ. അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില. പിന്നെ ചേർക്കുന്നത് വിനീഗർ കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ട് കട്ടയായിട്ടിരിക്കുന്നു. ഞാൻ ചൂടാക്കിയതട്ടെ. 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തവർക്ക് ചേർക്കാനും കുഴപ്പമില്ല. അപ്പോൾ ഈ നമ്മുടെ കുമ്പളങ്ങ ചേർക്കട്ടെ. ഈ കുമ്പളങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കണം. നമ്മൾ പച്ചമുളക് കൂടിയിട്ട് ചേർക്കണം കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. ഇത് ഒരു വലിയ തേങ്ങയായിരുന്നു. തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇത് കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവുള്ളത് നല്ലത്. കൈ ഒന്ന് കഴിക്കട്ടെ. അല്ലെങ്കിൽ പച്ചമുളക് നല്ല എരിവുള്ള മുളകിട്ട് തിരുമ്മിയാലുണ്ടല്ലോ കൈ പോയി. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ കറി നമ്മുടെ അടുപ്പത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഉപ്പ് നോക്കാം. ഇനി അത്യാവശ്യം ഞാൻ പറഞ്ഞ അത്രയും വിനീഗർ ചേർക്കണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു പൊടിക്ക് കുറവുണ്ടെന്നോളൂ. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോവയ്ക്ക് നമുക്ക് ചമ്മന്തി നമുക്ക് റെഡിയാക്കാം. ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. അത്രയേ ഉള്ളൂ പണി. ചമ്മന്തി അറിയാനുള്ള സാധനങ്ങളൊക്കെ ഇതാ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോവയ്ക്ക് നമുക്ക് ഫസ്റ്റ് മിക്സിയുടെ ചാറിലേക്ക് ഇടും. കുറച്ച് വലിയ ചാറാട്ടാ. എൻ്റെ അടുത്ത് മറ്റേ നമ്മൾ സുജാതയുടെ മിക്സി എൻ്റെ അടുത്ത് ഉണ്ട്. അതിന് നമുക്കിവിടെ മറ്റേ ഇവിടുത്തെ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിന്
ഇൻവെർട്ടർ അല്ല കൺവെർട്ടർ ഉണ്ടായിരുന്നു ഇവിടെ. അത് കേട് വന്നിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അത് ഞാനിപ്പോൾ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ മിക്സിയിൽ ജാറൊക്കെ ഇനി എവിടേക്കാന്ന് വെച്ചാൽ എടുത്തു വെച്ചിട്ടുണ്ടാലും അതൊക്കെ എടുക്കണം. ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് ഞാനത് ഓർത്തത്. പക്ഷേ ഇങ്ങനത്തെ നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ ബ്ലേഡ് താണിരിക്കുന്നത് കൊണ്ടേ ശരിക്കും നമ്മളെ ഇതിങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്രയ്ക്ക് ഫ്രഷ് അല്ലല്ലോ. നമുക്ക് ഇത്രയ്ക്കാണ് സോഫ്റ്റായിട്ടത് ഈ കുമ്പളങ്ങ എന്താണ് കട്ട് ചെയ്തപ്പോൾ അങ്ങനെ തോന്നി. എന്ത് സോഫ്റ്റായിട്ട് നമുക്ക് കാരണം ഇതിനകത്തേക്ക് നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ ഫ്രഷായിട്ട് ഇരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഞാൻ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾ പറയും വേറെ ടൈപ്പൊക്കെ പറയും ഈ കോവയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി. വേറെ ഇതൊക്കെ വഴറ്റിയിട്ടൊക്കെ എടുത്തിട്ടൊക്കെ ചമ്മന്തി അരയ്ക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെ അരയ്ക്കാം. ഇങ്ങനെ അരച്ച് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആപ്പിൾ അച്ചാറിട്ട്. ഇത് ടേസ്റ്റായെന്ന് പറയും. ശരിക്കും അത് എനിക്ക് തോന്നുന്നു അത് അധികം മൂത്തിട്ടില്ല. അതുകൊണ്ടാണ് അത്രയ്ക്ക് ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വീടുകളിലൊക്കെ ആപ്പിൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് വെച്ചിട്ട് അച്ചാറിലിട്ടുണ്ടോ ശരിക്കും മാങ്ങാച്ചാറിനേക്കാളും ഭയങ്കര ടേസ്റ്റായിരുന്നു അച്ചാർ. നല്ല രുചിയുണ്ടായിരുന്നു. അത് കിളുന്തായിരുന്നല്ലോ. മൂത്തുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ലെന്നോ. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ തേങ്ങ ഞാൻ അത്യാവശ്യം കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. വേറെ പുളിയായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കോവയ്ക്ക് ചെറിയൊരു പുളി വെള്ളമുണ്ട്. അപ്പം ഇനി ഇതൊന്ന് അരച്ചിട്ട് എടുക്കട്ടെ. അരയണില്ലാന്ന് വെച്ചാൽ ഒരു പൊട്ടിക്ക് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്തത്. നമ്മൾ കറിയിലേക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. തേങ്ങാപ്പാലും ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തോ. അപ്പോൾ അരഞ്ഞിടുക. അത് വലിയ ചാറായതുകൊണ്ട് അല്ലെങ്കിൽ ശരിക്കും അറിയൂട്ടാ. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് എടുത്തത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ചമ്മന്തിയായിട്ട് നമ്മുടെ ഇഡ്ലിക്കൊക്കെ നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കില്ലേ, അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാൻ കടുക് പൊട്ടിക്കണില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. പച്ച വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ചിലവർക്ക് സംശയമുണ്ടല്ലോ. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണ, ചൂടാക്കാത്ത വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അടുത്തത് നമ്മുടെ ചക്ക ഞാനൊന്ന് മുറിച്ചോട്ടെ കേട്ടോ. ഓക്കെ, അമ്മ ഈ കഴിച്ചോട്ടെ കേട്ടോ. നാട്ടിലിപ്പോ ചക്കയുടെ സമയം കഴിഞ്ഞല്ലോ. നല്ല മധുരം ഉണ്ട് ചെടി. എപ്പോഴും മധുരം ഉണ്ടാവാറുണ്ടോ വാങ്ങുമ്പോൾ. നീനുണ്ടായിരുന്നപ്പോഴേ നീനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചക്ക. വാങ്ങിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാറ്. പ്രോത്സാഹനം ചോളം കഴിക്കും, ഭയങ്കര ഇഷ്ടമല്ല. നമ്മുടെ കറി റെഡിയാക്കാം. സോറി, റെക്കോർഡ് ഓൺ ആയിരുന്നില്ല. അപ്പം എന്താ തേങ്ങാപ്പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളല്ല, ഒരു കഷ്ണം കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇനി ഒന്നാം പാല് ചേർക്കട്ടെ. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു തള വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ. ടേസ്റ്റ് നോട്ടെ. കുറവുണ്ട്. നല്ല ഇപ്പൊ ഉണ്ട് കേട്ടോ. പൊട്ടിക്കുകയാണെങ്കിൽ കുറവുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊട്ടിക്ക് കുറവുണ്ട്. ഓക്കെ, ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കാം. കടുക് പൊട്ടിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടിക്കട്ടെ. ഉലുവയും കൂടിയിട്ട് ചേർക്കണുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. അപ്പം ഈ ചൂടോട് കൂടിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർക്കട്ടെ. ഞാൻ ഒരുപാട് അങ്ങനെ ചാറിലെടുത്തില്ല, കുറച്ച്. ഇതാകുമ്പോൾ കറി പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കറക്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ്. ഒഴിച്ച് കഴിക്കാൻ മൂടി വെച്ചോട്ടെ.
അപ്പം ചോറിനാണെങ്കിൽ നല്ല ചൂടുണ്ട്. ഇതിപ്പം ഉണ്ടാക്കിയ ചോറല്ല കേട്ടോ. ചോറൊന്ന് ചൂടാക്കി. ഇന്നലെ വൈകുന്നേരത്തെ ചോറ്. നമുക്ക് ഇപ്പോൾ ദിവസം ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് ചോറുണ്ടാവും. നീന ഉള്ളപ്പോഴായിരുന്നാലും അങ്ങനെ തന്നെയാണ്. നീന പിന്നെ അധികം ഒന്നും കഴിക്കാറില്ല. ചമ്മന്തി ഒന്ന് കഴിച്ചോടെ, എൻ്റെ കറക്റ്റ് ടേസ്റ്റ് പറയാം. കടുക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാട്ടാ. കഴിച്ചോടെ. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. വെറുതെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ആ കോവയ്ക്കയുടെ ചെറുതായിട്ടൊരു പച്ചക്കുത്ത് പോലെ തോന്നണുണ്ടായിരുന്നു. പക്ഷെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് ഞാൻ കുറച്ച് കോവയ്ക്ക് ചേർത്തിട്ടുണ്ട്. കുറേ തേങ്ങ ഫുള്ള് ചേർത്തിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല ഹെൽത്തി ആണല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള സാധനമാണല്ലോ കോവയ്ക്ക. പിന്നെ നമുക്ക് ചട്നിയിലെ ദോശയുടെ കൂടെ അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയായിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങക്കറി ഇതിനകത്തുണ്ടല്ലോ മുട്ടയും കൂടിയിട്ട് പുഴുങ്ങിയിട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും മുട്ട പുഴുങ്ങിയിട്ടിടാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മുട്ട പുഴുങ്ങിയിട്ടിടുന്നത്. ഈ കുമ്പളങ്ങ ഉണ്ടല്ലോ ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. നല്ല എന്താ പറയുക, നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. മറ്റേ കുമ്പളങ്ങയൊക്കെ എനിക്ക് തോന്നും നമ്മൾ ഒന്ന് തിളച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. പക്ഷെ ഇത് നല്ല നല്ല പീസായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കാണ് ആ കുമ്പളങ്ങയുടെ ആയിരിക്കും കൂടുതൽ ആ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് വന്നത്. അപ്പം 2 കറിയായിരുന്നാലും നമ്മുടെ നാടൻ കറിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നെയ്ക്കുമ്പളം ഇല്ലാത്തവരെയും നടണം കേട്ടോ. ശരിക്കും നമുക്ക് വീടുകളിലേക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നെയ്ക്കുമ്പളം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ നമുക്ക് ഈ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണോട്ടെ. നിങ്ങളുടെ അടുത്ത് പറയാറില്ല ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ലൈക്കൊക്കെ ഇപ്പോൾ ആൾക്കാർ ചെയ്യലൊക്കെ കുറവാണ്. എനിക്കൊന്നും ഞാൻ ഓർമ്മിപ്പിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ മിയാക്കിച്ചും തുടങ്ങിയ സമയം മുതലേ ഞാൻ അങ്ങനെ പറയാറില്ല ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ. കാരണം എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുമല്ലോ. എനിക്കാണ് ചിലർ ചിലപ്പോൾ മറന്നു പോകണുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർമ്മിച്ചതാണ് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ റിപ്ലൈ ചിലപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ എനിക്ക് മടിയാവും. ചിലപ്പോൾ പിന്നെ ആവട്ടെ എന്ന് ചോദിച്ചിട്ട് മാറ്റി വയ്ക്കും. കഴിഞ്ഞ ഓണത്തിൻ്റെ വിഷ് ചെയ്ത് കഴിയുമ്പോൾ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂച്ചകളേനും എല്ലാവർക്കും ഓണം വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ ഇങ്ങോട്ട് വരും. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ കാവല. അപ്പം ഞാൻ പറയും ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് കള്ളന്മാരെ കയറില്ല. കാരണം ഈ പൂച്ചകൾ മൊത്തം നമ്മുടെ വാതിലിൻ്റെ അവിടെ ഇരിക്കുക. നല്ല രസം. പക്ഷെ ഇവരെവിടെ മേത്തും തൊട്ടും ചെളിയൊന്നും ആക്കുന്നില്ല. നല്ല ക്ലീനാണ്. കാജലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കണം. ഒരു കുഞ്ഞൊരു ചെളി പോലെ തന്നെ മേത്ത് കാണാൻ പറ്റില്ല. എല്ലാം ഭംഗിയായിട്ടുള്ള കാണാനൊക്കെ ആയിരുന്നു. പിന്നെ പൂച്ചകളൊക്കെ ആണെങ്കിൽ വൃത്തിയായിട്ടൊന്നും ആക്കുന്നില്ല. അവർ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവർ പുറത്തെവിടെയെങ്കിലും പോകും. ഇവിടെ വാതിലിൻ്റെ അവിടെ ഒന്നും ഇരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഭയങ്കര ക്ലീനാണ് ശരിക്കും പൂച്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നമുക്ക് അങ്ങനെ ശല്യമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഭയങ്കര വിശപ്പാണ് അവർക്ക്. ഈ പൂവുണ്ടല്ലോ കാണാൻ പറ്റിയിട്ട് ഭയങ്കര രസമായിട്ടോ. ശരിക്കും എന്ത് ഭംഗിയാന്ന് നോക്കി. അവിടെ വേറൊരു മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇതാ വേറെ ഒരെണ്ണോടി ഉണ്ടായി വന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ള കളറത്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. കണ്ടത് നോക്കിക്ക്. ഇത് വേറെ അതെ നോക്കിക്ക്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുക. അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അത്രയും കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ട്. അതൊക്കെ ഓരോ ലെയർ കണ്ടില്ലേ. അയ്യോ ദൈവം എന്ത് ഭംഗിയിലവരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. പൊന്നെ ഇത് നമ്മുടെ മഞ്ഞ റോസാട്ടെ. ഈ പൂക്കളൊക്കെ വന്നു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ റോസിനെ വരെ നോക്കണില്ല നമ്മളിപ്പോൾ. എൻ്റെ കോഴികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പുറമൊക്കെ അവർക്ക് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറി വന്നപ്പോൾ എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഓ ഇതിൻ്റെ ഉള്ളിലിതാ പുതിയ ഡാലിക അതാ വേറെ വിരിഞ്ഞേക്കണം. ഇത് എന്തിനും നിങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ മുട്ടുകളുണ്ടായി വന്നിട്ടുണ്ട്. കണ്ട എൻ്റെ ക്യാമറയിലെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുക. അത് നോക്കിക്കേ. ഇത് വേറെ വരണം. നമുക്ക് ആദ്യം പൂവുണ്ടായി കഴിഞ്ഞതാട്ടോ. എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് നോക്കിക്കേ. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ട് തന്നെ.
നമുക്ക് എത്ര പൂക്കളാണ് ഉണ്ടായിക്കണേന്ന് അറിയാം. കണ്ടേ, ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ കളർ കാണാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറേ പൂ ഉണ്ടായിട്ടില്ല, ആ മുട്ടുകളുണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതുമ്മക്ക് നിറച്ചും മുട്ടിട്ടേ കേട്ടോ. അത് കുറച്ചും കൊണ്ട് 2 ആഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞോട്ടെ പൂ നിറയും. പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അത് അവിടെ നിന്നിട്ട് നമ്മൾ പിടിക്കണം, എന്നാലേ അത് കാണത്തുള്ളൂ. ആ സൈഡിലേക്ക് കുറേ പോയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയുള്ള ഒരു സീനിക നിൽക്കണമെങ്കിൽ കാണുന്നുണ്ടാവും അതിനകത്ത്. ഇതാണ് നമ്മുടെ നിത്യവഴുതനങ്ങ. ആകെ പടച്ച് കയറിയേക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അത് പടർന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഞാൻ അങ്ങനെ കയറ്റിയതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പടരണത്. പക്ഷേ ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയിലൊക്കെ ഉണ്ടായി കാണുന്നു. ഇത് പുതിയ പൂ വിരിയുന്നതാ കേട്ടോ, ഡബിൾ ഷെയ്ഡ്. 10 മണിക്ക് വിരിയാൻ നേരമായിട്ടില്ല. ഇപ്പോഴും ഉറക്കാം. സണ്ണ് വരാത്താനും നേരം വെളുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് തന്നെ ഇരിക്കണത്.